അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലദിന മുന്തിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്, ഹദീസ് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളിൽ വലദിന മുന്തിക്കണം, ചിലതെല്ലാം ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും എഴുതി അറിയിക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് 13ാമത്തെ ഹദീസാണ്. 13ാമത്തെ ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഹദീസ്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുഅയ്യിറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. കുന്തു ആയിരുന്നു. ഫതവല്ല, ആ പ്രവാചകൻ വുളു എടുക്കുകയാണ്. അപ്പോൾ വുളു എടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് കഴുകാനെത്തിയപ്പോൾ പ്രവാചകൻ്റെ കാലിൽ കുഫ, അതഴിക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ, അതിനെ രണ്ടിനെയും നീ വിട്ടേക്കുക, അതിനെ നീ രണ്ടിനെയും വിട്ടേക്കുക. അത് ഞാൻ ശുദ്ധിയോട് കൂടിയിട്ടാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവയെ വിട്ടേക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമസഹ അലൈഹിമ, ആ രണ്ട് കുഫയുടെയും മേൽ പ്രവാചകൻ തടവുകയും ചെയ്തു. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഹദീസ്. നമ്മളൊക്കെ സോക്സ് ധരിക്കുന്നവർ, ഷൂ ധരിക്കുന്നവർ, കാലിൽ പലതും ധരിക്കുന്ന ആളുകളാണ്. ഇത്തരം സന്ദർഭത്തിലെല്ലാം നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് തടവേണ്ടത്, എവിടെ തടവണം, എത്ര ദിവസം തടവാം, എങ്ങനെയുള്ള കുഫയായിരിക്കണം, ഇതൊക്കെ കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. സ്വാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കൈവിരലുകൾ കൊണ്ട് വെള്ളം കൊണ്ട് നിങ്ങൾ നനയ്ക്കുക. കൈവിരൽ എന്താക്കണം, നിങ്ങൾ വെള്ളം കൊണ്ട് നനക്കണം. എന്നിട്ട് കൈ നനച്ച് അതിൻ്റെ കാലിൻ്റെ വിരലിലേക്ക് കൊണ്ടുപോയി കാൽ വിരലിൻ്റെ അറ്റത്ത് വെച്ച് അവിടെ നിന്ന് കണങ്കാല് വരെ കൊണ്ടുപോകണം, തടവണം എന്നാണ് സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ലാ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യമേ തടവേണ്ടതുള്ളൂ, ആവർത്തിക്കേണ്ടതില്ല. ശരിക്കും നമ്മൾ പഠിക്കുക. ഒറ്റ പ്രാവശ്യമാണ് സോക്സിൻ്റെ മുകളിൽ, ഹുഫയുടെ മുകളിൽ നമ്മൾ തടവേണ്ടത്. അത് ആവർത്തിക്കേണ്ടതില്ല. തടവേണ്ടത് കുഫയുടെ മുകളിലാണ്, സോക്സിൻ്റെ മുകളിലാണ് തടവേണ്ടത്. കാലിൻ്റെ വിരലിൻ്റെ അറ്റം മുതൽ തുടങ്ങി കണങ്കാല് വരെ അത് തടവണം. ചില ആൾക്കാർ മുൻഭാഗം മാത്രമാണ് തടവാറുള്ളത്, അങ്ങനെ പോരാ. വിരൽ മുതൽ കണങ്കാല് വരെ നമ്മൾ എന്താക്കണം, അത് തടവണം. ഇരു കൈകൾ കൊണ്ടും ഇരു കാലിലുമാണ് നമ്മൾ തടവേണ്ടത്. വലത്തെ കൈ കൊണ്ട് വലത് കാലിനും ഇടത്തെ കൈ കൊണ്ട് ഇടത് കാലിനുമാണ് നമ്മൾ തടവേണ്ടത്. ഒരേ സമയത്ത് തന്നെയാണ് ഇത് രണ്ടും ചെയ്യേണ്ടത്. ഒരേ സമയത്താണ് ഇത് രണ്ടും ചെയ്യേണ്ടത്. വലതും ഇടതും നമ്മൾ തടവേണ്ടത് ഒരേ സമയത്താണ്. രണ്ട് കൈകളിലും വെള്ളം നനച്ച് അത് കുടഞ്ഞ് വലത്തെ കാലിന് വലത്തെ കൈ കൊണ്ടും ഇടത്തെ കാലിന് ഇടത്തെ കൈ കൊണ്ടും നമ്മൾ തടവേണ്ടതുണ്ട് എന്നുള്ളതാണ്. തല തടവുന്നത് പോലെ വലത് കാൽ വലത് കൈ കൊണ്ടും ഇടത് കാൽ ഇടത് കൈ കൊണ്ടുമാണ് നമ്മൾ തടവേണ്ടത്. വെള്ളമെടുത്ത ശേഷം അത് കുടഞ്ഞ് സോക്സിന് മുകളിൽ ഒരു തവണ തടവുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോക്സ് ധരിക്കുമ്പോൾ എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅയ്യിറ റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, ദഅഹ, നീ അതിനെ വിട്ടേക്കുക എന്ന് പറഞ്ഞല്ലോ. കാരണം പ്രവാചകൻ സോക്സ് ധരിക്കുന്നതിന് മുമ്പ് വുളു എടുത്തിരുന്നു, ശുദ്ധിയായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശുദ്ധിയാകണം. ശുദ്ധിയായിട്ടില്ലെങ്കിൽ നമ്മൾ സോക്സ് എന്തായാലും അത് അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ വുളു ഉണ്ടാക്കണം. അപ്പോൾ ശുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മൾ വുളു എടുക്കുന്നതെങ്കിൽ പിന്നീട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, തടവിയാൽ മതി എന്നുള്ളതാണ്. എവിടെ തടവണം? മുകൾ ഭാഗത്താണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദീൻ യുക്തിക്കനുസരിച്ചായിരുന്നെങ്കിൽ പാദരക്ഷയുടെ അടിയിലാണ് കൂടുതൽ തടവാൻ അവകാശപ്പെട്ടത്, നമ്മുടെ ബുദ്ധി നമ്മളോട് അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ മുകളിൽ തടവുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ മുകളിലാണ് തടവിയത് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ്. അപ്പം മുകൾ ഭാഗത്താണ് നമ്മൾ തടവേണ്ടത്. എത്ര ദിവസം തടവാം? യാത്രക്കാരനാണെങ്കിൽ 3 രാവും 3 പകലുകളും അയാൾക്ക് തടവാവുന്നതാണ്. കുഫയുടെ മുകളിൽ തടവാം. എന്നാൽ നാട്ടിലുള്ള ആളാണെങ്കിൽ 1 പകൽ അഥവാ 1 ദിവസം അയാൾക്ക് തടവാവുന്നതാണ്. യാത്രക്കാർക്ക് 3 ദിവസവും അല്ലാത്ത ആളുകൾക്ക്, നാട്ടിലുള്ള ആളുകൾക്ക് 1 ദിവസവുമാണ് തടവേണ്ടത് എന്നുള്ളതാണ്. ഈ തടവേണ്ട സമയപരിധി എത്രയാണ്? ധരിച്ചത് മുതൽ 24 മണിക്കൂർ എന്ന് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്. എന്നാൽ ധരിച്ചത് മുതലല്ല, ആദ്യം അശുദ്ധി സംഭവിച്ചത് മുതൽ ശുദ്ധിയാകുന്നത് വരെയാണ്. ആദ്യ അശുദ്ധി സംഭവിച്ചത് വീണ്ടും ശുദ്ധിയാക്കുന്നത് വരെ നമുക്കതിന് മുകളിൽ തടവാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോക്സ് ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കണം? വുളു എടുക്കണം. ആ സമയം മുതൽ 3 ദിവസം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മുകളിൽ തടവാം. യാത്രക്കാരാണെങ്കിൽ. നാട്ടുകാരാണെങ്കിൽ 1 പ്രാവശ്യം. ഇനി എങ്ങനെയുള്ള കുഫയായിരിക്കണം? തോലുകൊണ്ട് പോലെയുള്ള കാലിൽ ധരിക്കുന്നതിനാണ് കുഫ എന്ന് പറയുന്നത്. തോല് കൊണ്ട് അതുപോലെയുള്ളത് കൊണ്ടോ നിർമ്മിച്ച് കാലിൽ ധരിക്കുന്നതിനാണ് കുഫാഫ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? സോക്സാണ്. അതിന് അറബിയിൽ പറയുന്ന പദം ജൗറബ് എന്നാണ് പറയാം. സോക്സിന് ജൗറബ് എന്ന് പറയാം. അത് കട്ടിയുള്ള നമ്മുടെ അവയവം, കാലിൻ്റെ അവയവങ്ങൾ, വുളുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായി കൊണ്ട് മറയുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് തടവാം. പൂർണ്ണമായി മറയാത്തതാണെങ്കിൽ അത് നമ്മൾ അഴിച്ചുകൊണ്ട് നമ്മൾ അത് കഴുകണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ട് പ്രവാചകൻ്റെ ഇത്തരം ചര്യകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.